ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് പേര് കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളാണ്. ഉസ്മാൻ റാസില ദമ്പതിമാരുടെ ഈ ഒരു മനോഹരമായ വീട് നമുക്കൊന്ന് കണ്ടു നോക്കാം. വീടിൻ്റെ കോമ്പൗണ്ട് വാള് സിമ്പിളായിട്ട് നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. 5 സെൻറ്റ് സ്ഥലത്ത് 950 സ്ക്വയർ ഫീറ്റിൽ 20 ലക്ഷം രൂപക്കാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീട്ടിലേക്ക് കയറി വരുന്ന ഭാഗത്ത് ഈ ഒരു സൈഡിൽ അത്യാവശ്യം മുറ്റം വരുന്നുണ്ട്. ബാക്ക് സൈഡിലായിട്ട് കിണർ വരുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്കും അത്യാവശ്യം മുറ്റം വരുന്നുണ്ട്. 5 സെൻറ്റിൽ ഇത്രയും മുറ്റം കിട്ടുക എന്നുള്ളത് തന്നെ നല്ലൊരു പ്ലാൻ ആയതുകൊണ്ടാണ്. മുറ്റത്ത് ബേബി മെറ്റലാണ് വിരിച്ചിട്ടുള്ളത്. മുറ്റത്തിൻ്റെ ഈ ഒരു സൈഡിൽ ടാപ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് ഇത്രയും സ്പേസ് ആണ് വരുന്നത്. വീട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ഭാഗമാണിത്. ഇവിടെ ഗ്രേ ആൻഡ് വൈറ്റ് കളർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത്. വീടിന് ചുറ്റും LED ലൈറ്റ്സുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി വീടിൻ്റെ സിറ്റ് ഔട്ട് നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2 സൈഡിലായിട്ട് പ്ലാന്റ് ബോക്സുകൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു ബോക്സ് ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ ബേബി മെറ്റലും അതുപോലെ വൈറ്റ് പെബിൾ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിൽ വൈറ്റ് മാർമോണൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് പർഗോള കൊടുത്ത് അതിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നല്ല ഭംഗിയിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്കായിട്ട് 2 സിംഗിൾ വിൻഡോ ആണ് വരുന്നത്. ഇനി മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിൽ ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ 2 ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വുഡ് വരുന്നത് പ്ലാവാണ് കേട്ടോ. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹാളിലേക്കാണ്. ഈ ഒരു ഹാളിൽ തന്നെയാണ് ഡൈനിങ്ങും ലിവിങ്ങും നൽകിയിട്ടുള്ളത്. ഈ ഒരു ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് 2 ബെഡ്റൂം, സ്റ്റെയർ, വാഷ് ഏരിയ, കോമൺ ബാത്റൂം എന്നിവ വരുന്നത്. സ്ട്രൈറ്റ് ആയിട്ട് കാണുന്നത് കിച്ചൺ ആണ് കേട്ടോ. ഈ ഒരു ഹാളിന്റെ മൊത്തം സൈസ് വരുന്നത് 432x392 ആണ് കേട്ടോ. നല്ല ഭംഗിയിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് ഗ്രേ ആൻഡ് വുഡൻ കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കയറുന്ന ഭാഗത്താണ് ഇവിടെ ലിവിങ്ങിന് സ്പേസ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയിൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്നൊരു സോഫ സെറ്റിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സൈഡിലൊക്കെ സിംഗിൾ വിൻഡോസ് ആണ് നൽകിയിട്ടുള്ളത്. വിൻഡോസിന് സീബ്ര ബ്ലിൻസ് കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഡൈനിങ്ങിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ 6 സീറ്റോട് കൂടിയിട്ടുള്ളൊരു വുഡൻ ഗ്ലാസ് ടേബിൾ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടേബിളിന്റെ ബാക്ക് വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അർഗോള ഡിസൈനിൽ ഷോക്കേസ് നൽകിയിട്ട് അതിൽ വുഡൻ പെയിന്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഫ്രെയിമും നല്ലൊരു ക്ലോക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡ് കാണാം. ഫസ്റ്റ് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പാസേജ് നൽകിയിട്ടുണ്ട്. അതിലാണ് വാഷ് ഏരിയ വരുന്നത്. അതുപോലെ തന്നെ കോമൺ ബാത്റൂം, ഒരു ബെഡ്റൂം എന്നിവ വന്നിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കിലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു റൗണ്ട് ഷേപ്പ് മിററാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ബേസിനാണ് ചെയ്തിട്ടുള്ളത്. ഇനി കോമൺ ബാത്റൂം കാണാം. ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് 200x130 ആണ് കേട്ടോ. വൈറ്റ് ആൻഡ് ഗ്രേ കളർ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2x4 ടൈലാണ്. താഴെ മാറ്റ്, സൈഡിൽ ഗ്ലോസിയും ആണ്. ഇനി ഈ ഒരു ഭാഗത്ത് വരുന്ന ബെഡ്റൂം കാണാം. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 310x277 ആണ്. സിമ്പിൾ ആയിട്ടുള്ളൊരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും സിംഗിൾ വിൻഡോസ് ആണ് വരുന്നത്. ഒരു ഭാഗത്ത് വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിൻഡോസിന് പാനലിന് പകരം പെയിന്റ് ആണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു വുഡൻ പെയിന്റ് ആണ് വരുന്നത്. മുകളിലായിട്ട് നല്ല ഭംഗിയിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണിത്. മുകളിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. അതും ക്ലോസ്ഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴിയുന്നവരെല്ലാവരും ബാത്റൂമിൻ്റെ സൈഡിലേക്ക് വാർഡ്രോബ് കൊടുക്കാതിരിക്കുക. കാരണം ഒരുപാട് പേര്
പൂപ്പലിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി ഈ ഒരു വാഷ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് സ്റ്റെയർ വരുന്നത്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഇവിടെ സ്റ്റെയറും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് GIയിലാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വുഡനിലും GIയിലും ചെയ്തതായിട്ടാണ് തോന്നുക. പക്ഷെ അങ്ങനെയല്ല, ഇതിലും വുഡൻ പെയിൻറ് നൽകിയിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു സൈഡിൽ നിന്നാണ് ഹാൻഡ് റെയിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെപ്പിൻ്റെ ആ ഒരു സ്പേസ് പോകുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി സ്റ്റെയറിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 310/283 ആണ് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. ഇവിടെയും പെയിൻറ് വെച്ച് തന്നെ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റൂമിലേക്ക് കടന്ന് വരുന്ന ഭാഗത്താണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. സിമ്പിൾ ഡിസൈനിൽ വരുന്നൊരു കോട്ടാണ് നൽകിയിട്ടുള്ളത്. മുകളിൽ ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മൊത്തം സീലിംഗ് ചെയ്യാനായിട്ട് 35,000 രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ ബാത്റൂമിൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത് ഫൈബർ ഡോറുകളാണ്. ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് 120x180 ആണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുകയും വേണം കേട്ടോ. എങ്കിലാണ് നിങ്ങൾക്ക് ഈ വീഡിയോ എത്രമാത്രം യൂസ്ഫുള്ളായി എന്നുള്ളത് എനിക്ക് അറിയുള്ളൂ. ഇനി നമുക്ക് കിച്ചണിലേക്ക് വരാം. കിച്ചണിൻ്റെ ഈ ഒരു ഡോറ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിലാണ്. നമ്മൾ സ്ഥിരം കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഗ്ലാസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ഷോ കിച്ചണാണ് ആദ്യം വരുന്നത്. ഇവിടെയും കബോർഡ്സ് ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ്. ഒരു ലൈറ്റ് ഗ്രീനാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വലിയ പാത്രങ്ങൾ, അതായത് അരി ബക്കറ്റ് അങ്ങനെയൊക്കെ വെക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്കായിട്ട് ഡ്രോയറുകൾ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് കട്ട്ലറി ബോക്സ് ആണ് വരുന്നത്. ഈ ഒരു ഭാഗം പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഷോക്കേസ് വരുന്നുണ്ട്. ഇതിനകത്തായിട്ട് തട്ടുകൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടി വരുന്നുണ്ട്. വർക്ക് ഏരിയയുടെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് മാറ്റ് ടൈപ്പ് വുഡൻ ടൈലാണ്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഈ ഒരു ഭാഗത്താണ് സിങ്ക് കൊടുത്തിട്ടുള്ളത്. ഇതിന് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബ്ലാക്ക് ടാപ്പാണ് നൽകിയിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ 3 ബർണർ ഗ്ലാസ് സ്റ്റൗ ആണ് കൊടുത്തിട്ടുള്ളത്. മുകളിലായിട്ട് GTBT നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ബോട്ടിൽസ് ഒക്കെ വെക്കാനുള്ളൊരു ഷെൽഫ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് GI പൈപ്പാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്കാണ് വിറകടുപ്പ് വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഗ്രില്ല് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് വീഡിയോ. ഇനി നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.